ഈ കഴിഞ്ഞ ഞായറാഴ്ച ദുബായിൽ നടന്ന ICC ചാമ്പ്യൻ ട്രോഫി 2025 ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ വിജയിച്ചതിനു ശേഷം തന്റെ വിരമിക്കൽ അഭ്യൂഹങ്ങൾക്ക് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിലപ്പെട്ട ഉത്തരം നൽകിയിരിക്കുകയാണ്. ഫൈനലിൽ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ തങ്ങളുടെ 3ാം ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കുകയും ചെയ്തു. ഫൈനലിന് മുന്നോടിയായി ടൂർണമെന്റ് അവസാനിപ്പിച്ചതിനു ശേഷം ഇന്ത്യൻ നായകൻ ഏകദിന ക്രിക്കറ്റിനോട് വിട പറഞ്ഞേക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത്. ഇന്ത്യയുടെ വിജയത്തിന് ശേഷം മത്സരത്തിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ രോഹിത്തിനോട് ഭാവി പദ്ധതികളെ കുറിച്ച് ചോദിച്ചു. ആദ്യം ചോദ്യത്തിന് മറുപടി നൽകാതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കോയ് ഭാവി പദ്ധതി നിഹേ ജോച്ചൽ റാഹേ ഓ ചലേഗോ. ഭാവി പദ്ധതിയില്ല, കാര്യങ്ങൾ അതേപടി തുടരും എന്നായിരുന്നു ഉത്തരം. ഈ ഫോർമാറ്റിൽ നിന്നും ഞാൻ വിരമിക്കാൻ പോകുന്നില്ല. മുന്നോട്ട് പോകുമ്പോൾ കിംവദന്തികളൊന്നും പ്രചരിക്കില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണിത്. തുടർച്ചയായി തോൽവി അറിയാതെ ICC ട്രോഫികൾ നേടിയ മുഴുവൻ ടീമിനെയും രോഹിത് പ്രശംസിച്ചു. കിരീടം നേടാനുള്ള ടീമിന്റെ തയ്യാറെടുപ്പിനും അദ്ദേഹം നന്ദി പറഞ്ഞു. നമുക്ക് കാണാം, 2 ICC ട്രോഫികൾ നേടുന്നത് ടീമിനൊരു വലിയ നേട്ടം തന്നെയാണ്. തോൽവി അറിയാതെ തുടരുക എന്നത് വീണ്ടും ഒരു അത്ഭുതമായ കാര്യം തന്നെയാണ്. തുടർച്ചയായി 2 ടൂർണമെന്റുകളിൽ തോൽവി അറിയാതെ വിജയിച്ച വളരെ കുറച്ച് ടീമുകൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നതിനു ശേഷം നന്നായി തയ്യാറെടുപ്പുകൾ മുന്നിലുള്ളത് കൊണ്ട് കളിക്കുകയും ചെയ്യേണ്ടത് ഞങ്ങൾക്ക് പ്രധാനമായിരുന്നു. സാഹചര്യങ്ങളെ ഞങ്ങളുടെ നേട്ടത്തിനെ ഉപയോഗിക്കുകയും കിരീടം നേടുകയും ചെയ്തു ഞങ്ങൾ. മത്സരശേഷം രോഹിത് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയ കാര്യമാണിത്. കഴിഞ്ഞ ഫൈനലിൽ ഇന്ത്യക്കായി രോഹിത് മികച്ച സ്കോറാണ് നേടിയത്. ഫൈനലിൽ രോഹിത് തന്റെ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചു. 7 ഫോറുകളും 3 സിക്സറുകളും അടക്കം 76 റൺസ് നേടി. വെറും 41 പന്തിൽ നിന്നും അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടി. ഇത് യാദർച്ഛികമായി ഒരു ICC ഈവന്റ് ഫൈനലിലെ അദ്ദേഹത്തിന്റെ ആദ്യ 50+ സ്കോറായിരുന്നു. ഒടുവിൽ 76 റൺസ് നേടിയ അദ്ദേഹം സച്ചിൻ രവീന്ദ്രയുടെ പന്തിൽ സ്റ്റംപ് ചെയ്ത് പുറത്താവുകയായിരുന്നു. ശ്രേയസ് അയ്യരും അതുപോലെ തന്നെ അക്ഷർ പട്ടേലും നല്ല നിലവാരം പുലർത്തിയിരുന്നു. KL രാഹുലും ഹാർദിക് പാണ്ഡ്യയും രവീന്ദ്ര ജഡേജയും എല്ലാവരും നന്നായി കളിച്ചു. 252 റൺസിന്റെ വിജയലക്ഷ്യം വിജയകരമായി അവർ പിന്തുടരുകയും ചെയ്തു.